തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ മരുതമല ഒന്ന് കണ്ടാലോ? തമിഴ്നാട് ജില്ലയിലെ കോയമ്പത്തൂരിൽ 1200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മുരുകൻ്റെ അമ്പലമാണിത്. ഈ മുരുകന് സാധാരണ വരുന്നത് 6 പടയ വീടുകളാണ്. കൂടുതൽ പ്രത്യേകതയായിട്ട് വരുന്നത് ഇത് 7ാമത്തെ പടവീടായിട്ടും തമിഴ്നാട്ടിലുള്ള ഭക്തർ വിശ്വസിച്ച് വരുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 600 അടി ഉയർച്ചയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാമ്പാട്ടി സിദ്ധരുണ്ട്. ഈ സിദ്ധർ ഈ പാമ്പിനെ പിടിച്ചിട്ട് അതിൻ്റെ വിഷം ഉപയോഗിച്ചുകൊണ്ട് വിഷചികിത്സ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തിട്ട് മുരുകനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും അതിൽ അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിച്ചെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തപസ് ചെയ്യുന്ന ഗുഹ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമായിട്ട് ആരാധിച്ച് വരുന്നുണ്ട്. അവിടെ കാണാൻ പറ്റും. ഈ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് മരുന്നുകളാൽ ചുറ്റപ്പെട്ട മലയാണ് മരുതമല. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടാമത്തത് മരുത എന്നൊരു മരമുണ്ട്. മരുത എന്ന് പറഞ്ഞാൽ അർജുനൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അത് ആ അർജുനൻ, അതായത് മരുത എന്ന് പറഞ്ഞ മലകളാലാണ് ഈ ചുറ്റപ്പെട്ടതുകൊണ്ടാണ് മരുതമല എന്ന് പറയുന്നതും വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് നമ്മൾ പച്ചരിച്ചോറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ, അത് സാധാരണ മുരുകക്ഷേത്രങ്ങളിലൊക്കെ വരുന്നത് പഞ്ചാമൃതമാണ്. പക്ഷേ ഇതിൽ പച്ചരിച്ചോറ് പോലത്തെ ഒരു പ്രസാദമാണ് ഇവിടെ പ്രധാന വഴിപാടായിട്ട് നമുക്ക് കിട്ടുന്നത്. 12ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം വികസിപ്പിച്ചത്. പിന്നീട് വന്ന പാണ്ഡ്യ